ഗുഡ് മോർണിംഗ് എവരും പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്ത്യൻസ് ആയിരിക്കുന്നതിന് വേണ്ടിയല്ല ദൈവം നമ്മളെ മക്കളായിട്ട് തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ പുത്രന്മാരാകുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന പാപത്തിൻ്റെ സ്വഭാവമെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് യേശുവിൻ്റെ DNA-യിൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ആ വ്യക്തികൾ പുതിയ ക്രിയേഷനാണ്. പഴയത് പോയി പുതിയത് വന്നു. ആ പുതിയ ക്രിയേഷന് പിന്നെ നമ്മൾ ഈ ലോകത്തിൻ്റെ പരമായിട്ടുള്ള രീതിയിൽ അല്ലെ ഒരു മതപരമായിട്ടുള്ള ഒരു ജീവിതം അത് നയിക്കുന്നതിന് വേണ്ടിയല്ല നമ്മൾ ദൈവം വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടിയാണ് അല്ലെ. അപ്പോൾ പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് അവനെ അറിയണം അല്ലെ, എനിക്ക് അവൻ്റെ റിസറക്ഷൻ പവറിനെ പറ്റി അറിയണം, അവൻ്റെ സഫറിങ്സിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് അവൻ്റെ മരണത്തിൽ എനിക്ക് കൺഫേം ചെയ്യണം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ജീസസ് ക്രൈസ്റ്റിനെ പോലെ ആയിത്തീരണം. ആ ഒരു വാഞ്ച അതാണ് പോളിനെ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ പോലെ ആയിത്തീരണം എന്ന് പോൾ പറയുമ്പോൾ പോൾ ഉദ്ദേശിച്ചിരുന്നത് നസറേക്കാരനായ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്നല്ല, റിസറക്റ്റഡ് ആയിട്ടിരിക്കുന്ന ജീസസ് ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. അതാണ് പിതാവിൻ്റെ ആഗ്രഹം നമ്മളെ പറ്റിയുള്ളൂ. അപ്പം അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്തിന് നന്ദി പറയുന്നു, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങനെ പോലെ ഒരു ദൈവമില്ല എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. കർത്താവെ, എന്തൊരു വണ്ടറാണ് അങ്ങ് കർത്താവ്. ലോഡ് പാത്തക്കാട് അങ്ങയുടെ പുത്രനെ പോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടി കർത്താവെ, പുത്രനെ ഈ ലോകത്തിലേക്ക് വിട്ടു ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിക്കുന്നതിന് വേണ്ടി താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ DNA ഉള്ള വ്യക്തികളെ കർത്താവ്. ലോഡ് പാത ഞങ്ങളുടെ പഴയ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികളല്ല, പക്ഷെ ഇന്ന് ഞങ്ങൾ പിതാവിൻ്റെ പുത്രന്മാരാ. താങ്ക് യു ജീസസ് മാസ്റ്റർ. അതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിന് ആമേൻ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന യേശുവിൻ്റെ നാമത്തിന് ആമേൻ. ഹല്ലേലൂയ ഫാദർ. നമുക്കിന്ന് ഫിലിപ്പിയർക്ക് ഏത് ലേഖനത്തിലേക്ക് പോകാം. ഫിലിപ്പിയറിന്റെ 3:1-11 വരെയുള്ള വാക്കുകൾ ഒന്ന് വായിക്കാം. അതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഫിലിപ്പിയറിന്റെ 3:1-11 വരെയുള്ള വാക്കുകൾ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ലെന്ന് നിങ്ങൾക്കും അത് ഉറപ്പുമാകുന്നു. അപ്പൊ ഒടുവിൽ എന്ന് പറയുമ്പോൾ അതിന് മുമ്പത്തിലുള്ള ചാപ്റ്ററിൽ യേശുവിൻ്റെ സ്വഭാവം അല്ലെ, മറ്റുള്ളവരെ തന്നെക്കാൾ വലുതായിട്ട് കാണുന്ന ഒരു സ്വഭാവം, ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. യേശുവും ദൈവം തന്നെയാണ്, പക്ഷെ പിതാവിൻ്റെ ഒപ്പം ആണെങ്കിൽ പോലും പിതാവിനേക്കാളും ഒട്ടും തന്നെ കുറഞ്ഞവനല്ല യേശു ക്രിസ്തു അല്ലെ. പക്ഷെ എന്തുണ്ടെങ്കിൽ പോലും തൻ്റെ പതിവിൽ തന്നെ ഇരിക്കാതെ മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് മനുഷ്യനായിട്ട് വന്നുകൊണ്ട് ക്രോസ് ഓഫ് കാൽവറിലെ മരണം വരെ വരിച്ചു അല്ലെ, പിന്നെ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ അതിൻ്റെ വെച്ചത് പിതാവിനോടുള്ള സ്നേഹം അല്ലെ, പിതാവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലെ, പിതാവിനെ വലിയവനായി കണ്ടുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് അപ്പൊ നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പോൾ വഴി ദി ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളോട് പറയുമായിരുന്നു. പിന്നെ നമ്മളോട് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വഴക്കും ബഹളവും ഒന്നുമില്ലാതെ, ഒന്നിലും കുറ്റം കണ്ടെത്താതെ എല്ലാ കാര്യങ്ങളും ചെയ്യൂല. അപ്പോൾ എന്താ പറയുക, ദോഷമൊന്നും പറയാൻ ഇല്ലാത്ത അല്ലെ, ഒരു ബ്ലെയിമും ഇല്ലാത്ത ദൈവത്തിന്റെ മക്കളായിട്ട് ഈ ലോകത്തിന്റെ വെളിച്ചമായി നമുക്ക് ആയിരിക്കാൻ സാധിക്കും അല്ലെ. അപ്പം നമ്മളുടെ ഉള്ളിൽ ദൈവം ചെയ്തിരിക്കുന്ന വർക്ക് അത് വളരെ എന്താ പറയുക, പോൾ ഇങ്ങനെ ഫിലിപ്പിനെ പറ്റി പറയും, ഞാൻ വഴി നിങ്ങൾ എൻ്റെ വർക്ക് വെറുതെ വേസ്റ്റ് ആയി പോയില്ലല്ലോ എന്നുള്ളത് അല്ലെ. ദൈവത്തിന്റെ വരവിന്റെ കാലത്ത് ഞാൻ എൻ്റെ വർക്ക് നിങ്ങളുടെ ഇടയിൽ ചെയ്ത വർക്ക് വേസ്റ്റ് ആയി പോയി ഇല്ല എന്നുള്ള കാര്യം അതുകൊണ്ട് ഉറപ്പായിട്ട് വരും അല്ലെ എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിക്കും, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്കും അത് ഉറപ്പുമാകുന്നു. അപ്പൊ കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ് നമ്മളോട് ഉള്ളത് അല്ലെ. പിതാവിൽ യേശുക്രിസ്തു സന്തോഷിച്ചിരുന്നു, ഡിലൈറ്റഡ് ആയിരുന്നു പിതാവിനോടുള്ള ഭയത്തിൽ. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നു 11ാമത്തെ ചാപ്റ്റർ ഐസയുടെ. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും അത് പിതാവിന്റെ കയ്യിലേക്ക് കൊടുക്കുക, യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സന്തോഷിക്കുക എന്ന് പറഞ്ഞു, അത് കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്കത് ഉറപ്പാകുന്നതാനും അല്ലെ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ നോക്ക്, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ,
വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. അപ്പൊ നായ്ക്കൾ എന്നൊക്കെ പറയുന്നത് വെച്ചാല് ജൂഡായിസത്തിലേക്ക് ബാക്കിയുള്ളവരെ ജെൻഡൈൽസിനെ എല്ലാം കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറ്റി പോൾ പറയുന്നൊരു വാക്കാണ്. പിന്നെ ആകാത്ത വേലക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ വിച്ഛേദനക്കാര് അല്ലെ, പരിച്ഛേദനമില്ലെങ്കിൽ സാൽവേഷൻ ഇല്ലെന്ന് പറഞ്ഞ് നടന്ന് ഗലേഷ്യൻ ചർച്ചിലും ഒക്കെ ചെന്ന് പറഞ്ഞു, ആന്റിയോക്ക് ചർച്ചിലൊക്കെ വന്ന് പറഞ്ഞു, അതുപോലുള്ള ആൾക്കാരെ പറ്റി അല്ലെ, മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി പിശാചിന്റെ ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാര്, മനുഷ്യരെ പിന്നെ റിലീജിയന്റെ ആ കെട്ടുപാടിൽ അല്ലെ, മതത്തിന്റെ കെട്ടുപാടിൽ പിടിച്ച് കെട്ടിയിടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ സൂക്ഷിപ്പെന്ന് പറഞ്ഞിരിക്കുക. ഇനി മൂന്നാമത് പറയുക, നാമോ പരിച്ഛേദനക്കാർ, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പൊ നമ്മളാണ് ശരിക്കുള്ള പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് പരിച്ഛേദനം വന്നിരിക്കുന്നു അല്ലെ. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ തന്നെ പ്രൂണിങ് നടന്നിരിക്കുന്നു, പരിച്ഛേദനം നമ്മുടെ ഹൃദയത്തിൽ നടന്നിരുന്ന സകലവുമായിട്ട് നമ്മൾ ഒരു വേർപാട് പാലിക്കുന്നു. അപ്പൊ അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നു, ആത്മാവിൽ സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾ അല്ലെ, അങ്ങനെയുള്ള വ്യക്തികളാണ് അവർക്ക് പരിച്ഛേദനം, ഹൃദയത്തിന്റെ പരിച്ഛേദനം ശരിക്കും നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കും. അല്ലാതെ ഇനി അഗ്രചർമ്മത്തിന്റെ പരിച്ഛേദനത്തിനൊന്നും ആവശ്യമില്ല. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ദൈവത്തെ എന്താ പറയുക, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വ്യക്തികളെ യേശുവില് റിജോയ്സ് ചെയ്യുന്ന, യേശുവിൽ പ്രശംസിക്കുന്ന ആൾക്കാർക്ക്, റിജോയ്സ് ചെയ്യുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ളവർക്ക് ജഡവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകത്തില്ല. ജഡത്തിന്റെ അഭിലാഷത്തെ എല്ലാം കട്ട് ഓഫ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ. അപ്പൊ അങ്ങനെയുള്ളവരെ പറ്റി പറഞ്ഞിരിക്കുന്ന പരിച്ഛേദനക്കാർ. അപ്പൊ ജഡത്തെ ആശ്രയിക്കാതെ ജഡത്തെ കട്ട് ഓഫ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ശരിക്കുമുള്ള പരിച്ഛേദനം എന്ന് പറയുന്നത് അല്ലെ. ശരിക്കുമുള്ള പരിച്ഛേദനം നമ്മുടെ ഹൃദയത്തിനാണ്. കൊളോസ്യർക്ക് ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 4-ാമത്തെ വാക്കോട്ട് പറയാം, പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. ഇനിയിപ്പോ ആരെങ്കിലുമൊക്കെ ജഡത്തെപ്പറ്റി ബോസ്റ്റ് ചെയ്യുവാണെങ്കിൽ, വലിയ കാര്യമായിട്ട് പറയുവാണെങ്കിൽ ഇങ്ങനെ പോൾ പറയും, പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്നു തോന്നിയാൽ എനിക്കു അധികം. 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായർ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ പ്രസംഗിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായി തോന്നുമൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അപ്പോ പോള് ഇവിടെ ഇങ്ങനെ പറയും, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ജഡത്തിന്റെ സ്വഭാവവും പിന്നെ നമ്മളെ എന്താ പറയാ മതത്തിൽ തളച്ചിടാൻ ശ്രമിക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞിരിക്കുക. അപ്പം എന്താ പറയാ, കുറെ പരിശോധനക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. പിന്നെയും മനുഷ്യരെ മതത്തിൽ തളച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ അന്ന് പരിശോധന നടത്തണം എന്ന് പറഞ്ഞാല് നടന്നിരുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് സാൽവേഷനായിട്ട്, രക്ഷയ്ക്കായിട്ട് പരിശോധന വേണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആൾക്കാരെ പോലെയാണ് ഇന്ന് പലരും ഉണ്ട്. പല രീതിയിൽ പലതരത്തിലുള്ള ട്രഡീഷൻസും അല്ലെ, അതെല്ലാം പല ചർച്ചകളിലും ഉണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളത് അവരാഗ്രഹിക്കുന്നു. അത് അവിടെ ആ ചർച്ചിന്റെ പാട്ടായിരിക്കുന്ന ആൾക്കാരെ അവരത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് പറയുമ്പോൾ, കുറച്ചു ദിവസം മുമ്പൊക്കെ നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ കണ്ടിരുന്ന വീഡിയോകളുണ്ട്, കമ്മലിടണോ, മാല ഇടാൻ പറ്റുമോ, ആഭരണം ഇടാതിരിക്കാൻ പറ്റുമോ, അതിനെപ്പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ അതെല്ലാം വരുന്നത് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിന്റെ കാര്യത്തെ പറ്റി പറയും. നമ്മുടെ ശരീരത്തിന് അങ്ങനെ എന്താ പറയാ മനോഹരമാക്കി നിൽക്കേണ്ട അങ്ങനെയുള്ള കാര്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. ബൈബിള് നോക്കുമ്പോൾ, ന്യൂ ടെസ്റ്റ്മെന്റ് നോക്കുമ്പോൾ കമ്മലിടരുത്, മാല ഇടരുതെന്ന് എങ്ങും ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമല്ല അല്ലെ. കാര്യം എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ എന്താ പറയുന്നത് ഇഷ്ടം നമ്മളെ പറ്റിയുള്ളത് ഭൗമികമായിട്ടുള്ള കാര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അതിനെപ്പറ്റി അല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് പറയുന്നത് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരും എന്നുള്ളതിനെ പറ്റി പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ വരുന്ന വാക്ക്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അല്ലാതെ നമ്മള് എന്താ ജഡത്തിന്റെ കാര്യത്തെ പറ്റി പിന്നെയും നോക്കാൻ പോകുന്ന വ്യക്തികളായിരിക്കരുത് അല്ലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനുഷ്യരെ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ പിന്നെയും ആ എന്താ പറയാ ജഡത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ പറയട്ടെ മതത്തിന്റെ കെട്ടുപാടിൽ തന്നെ നിർത്തണമെന്ന് അല്ലെ, അതിന്റെ ചുമരുകൾക്കുള്ളിൽ തന്നെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ കൂട്ടം ആൾക്കാരുണ്ട്, പിശാചിന്റെ ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ പോലും അറിയാതെ. അപ്പൊ അങ്ങനെയുള്ള അവരെ പറ്റി സൂക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ പറയുക, നിന്റെ ജഡത്തിനെ പറ്റി നീ ഒരിക്കൽ പോലും എന്താ പറയാ ബോസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുക, അതിൽ നീ ആത്മവിശ്വാസം അർപ്പിക്കുകയോ അതിൽ നീ എന്താ പറയുക
ലീൻ ചെയ്യൂ അല്ലെ, അതിനെ ആശ്രയിക്കുകയോ ചെയ്യാൻ പോകുന്ന വ്യക്തി ആയിരിക്കരുത് അങ്ങനെ പോള് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോള് പറയുക, അങ്ങനെ ജഡത്തിന്റെ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് അല്ലെ. ഞാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവൻ, 8-ാം നാളില് ഞാൻ എന്താ പറയാ പരിച്ഛേദമേറ്റവൻ, ശരീരത്തിന്റെ പരിച്ഛേദനം ഏറ്റവൻ അല്ലെ, ന്യായപ്രമാണം എല്ലാം സംബന്ധിച്ച് പരീശൻ ആയിട്ട് അല്ലെ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, അങ്ങനെ പല കാര്യങ്ങളും ഗമാലിയലിന്റെ കടിയിൽ പഠിച്ചവനാണ് പോൾ എന്ന് പറയുന്നത്. പിന്നെ സാൻഹിഡ്രിൻ അല്ലെ, അവരുടെ അന്നത്തെ ഇതുണ്ടല്ലോ, പരീശന്മാരുടെ എല്ലാം ശാസ്ത്രിമാരും എല്ലാം ഇരിക്കുന്ന ഒരു സാൻഹിഡ്രിൻ അല്ലെ, അതിന്റെ പാട്ടായിരുന്നു പോൾ എന്നൊക്കെ പറയുന്നു. അതൊക്കെയാണ് വാസ്തവം. അപ്പൊ അങ്ങനെയാകുമ്പോ വലിയൊരാളായിരുന്നു പോൾ. പക്ഷെ അതെല്ലാം എന്താ പറയുക, ഗാർബേജ് ആയിട്ട് എണ്ണുവെന്ന് പറഞ്ഞു 7-ാമത്തെ വാക്കോട്ടെ. എങ്കിലും എനിക്ക് ലാഭമായി ഇരിക്കുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയും അല്ലേ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോടും അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും നമ്മുടെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചവർ എന്ന് എണ്ണുന്നു. ദൈവത്തിന്റെ വലിയൊരു മർമ്മമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 7 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ പല പ്രാവശ്യം ഇരുത്തി ഒന്ന് വായിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് വലിയ ഒരു മർമ്മമാണ്. ഒന്നാമത് മനസ്സിലാക്കുക, ഇവിടെ പോൾ ഇങ്ങനെ പറയും, എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എല്ലാം ചവർ എന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയ, പോൾ പറയുന്ന പരിജ്ഞാനം ഏത് തരത്തിലുള്ള പരിജ്ഞാനമാണ്, ഏത് തരത്തിലുള്ള അറിവിനെ പറ്റിയാണ് പോൾ പറയുന്നത്. നമുക്കെല്ലാവർക്കും യേശുവിനെ പറ്റി അറിയാം അല്ലെ, പക്ഷെ നമ്മളെല്ലാം നമുക്കുള്ളതെല്ലാം ചവറെന്ന് എണ്ണി കളയുന്നില്ല അല്ലെ. അപ്പം എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പരിജ്ഞാനത്തെ പറ്റിയാണ് പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിനുശേഷം ഇവിടെ പറയുന്നുണ്ട്, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവം കൂട്ടായ്മകളും അനുഭവിച്ചറിയേണ്ടതിന്. അപ്പൊ അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന്. അപ്പൊ അവനെ യേശുക്രിസ്തുവിനെ അറിയേണ്ടതിന് പിന്നെ പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് യേശുക്രിസ്തുവിനെ അറിയേണ്ടതിന്, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയേണ്ടതിന്. അപ്പൊ അവിടെ എന്തോ ഒരു നോളജിനെ പറ്റി എന്താ പറയുക പോൾ പറയും. നമുക്കറിയാം, നമ്മള് ജോണിലേക്ക് പോകുമ്പം യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ ചാപ്റ്ററിൽ ജീസസ് ക്രൈസ്റ്റ് 13-ാമത്തെ വാക്ക് ഇങ്ങനെ, 13 3-ാമത്തെ വാക്കില് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് ഇറ്റേണൽ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഏക ദൈവമായിരിക്കുന്ന ദൈവത്തെ അറിയുക എന്നുള്ളതും യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതുമാണ് ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അവിടെ ഒരു അറിവിനെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇന്നുള്ള പൊതുവെയുള്ള അറിവ്, ചർച്ചകൾക്ക് അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന പൊതുവെയുള്ള അറിവിനേക്കാളും വലിയൊരു അറിവ് പോളിനും പീറ്ററിനും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ യേശുവിനെ അറിയുന്തോറും പോളിന് പിന്നെയും യേശുവിനെ അറിയണം എന്നുള്ള വാഞ്ച. പോൾ ഇവിടെ അറിയണം എന്ന് പറയുന്ന യേശുക്രിസ്തു നസറേനക്കാരനായ യേശുക്രിസ്തുവിനെ പറ്റിയല്ല പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പോൾ അറിയണം എന്ന് പറയുന്ന യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റിയാണ്. കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല്, നമ്മള് വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളാണ്. വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് നസറേനായ യേശുക്രിസ്തുവിന്റെ DNA അല്ല നമുക്കുള്ളത്. നമുക്കുള്ള DNA എന്ന് വെച്ച് കഴിഞ്ഞാല് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ DNA ആണ്. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുക്രിസ്തുവിന്റെ മരണം വഴിയാണ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട്, അവന്റെ മരണത്തിൽ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട്, യേശുവിനെ നമ്മൾ വിശ്വസിച്ചപ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ദൈവം പുത്രൻ ലോകത്തിലേക്ക് വിട്ടെന്നും പുത്രൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നും ഇന്ന് പിതാവിന്റെ ഒപ്പം ഇരിക്കുന്നു എന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ ആണ് നമ്മൾക്ക് സാൽവേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ വിശ്വസിക്കുകയും എന്താ പറയുക ബാപ്റ്റിസം എടുക്കുന്ന കൂടെ ചെയ്യുമ്പോൾ ആൾക്കാർ പുതിയ വ്യക്തികളായിട്ട് ജനിക്കപ്പെടുന്നത്.
സ്പിരിറ്റ് കൊണ്ട് അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നമ്മൾ ജനിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ യോഹന്നാന്റെ 3 സുവിശേഷത്തിന് 3 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സ്പിരിറ്റിനാൽ ജനിക്കപ്പെടുന്നവരുടെ സ്പിരിറ്റ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ പുതിയതായിട്ട് ജനിച്ചിരിക്കുന്ന സ്പിരിറ്റാണ്, പിന്നെ ജഡമല്ല അല്ലെ. നമ്മളുടെ ജഡത്തിന്റെ കാര്യമല്ല, പുതിയ സ്പിരിറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വ്യക്തികളായി തീർന്നിരിക്കുകയാണ്. ആ വ്യക്തികളുടെ DNA എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെതാണ്. അപ്പോ തനിക്കറിയണം എന്ന് പോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്കറിയണം, എനിക്ക് അവനെ അറിയുന്നതിന് വേണ്ടി, അവന്റെ പുനരുത്ഥാനത്തിന്റെ പവർ അല്ല, അതെനിക്ക് രുചിച്ചറിയണം എന്നൊക്കെ പറയുമ്പോൾ അറിവിനെ പറ്റി പോൾ പറയുന്നത് എന്തറിയണം എന്ന് വെച്ചാല്, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ പോലെ യേശു ക്രിസ്തുവിനെ പറ്റി അറിയണം എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് അറിയുന്നത്? കാരണം അറിവ് കിട്ടുന്ന അനുസരിച്ച്, യേശു ആരാണെന്ന് എന്താണെന്ന് മനസ്സിലാകുന്ന അനുസരിച്ച്, രുചിച്ചറിയുന്ന അനുസരിച്ച് നമ്മള് അവന്റെ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും അല്ലെ. നമ്മൾക്ക് നസറേയക്കാരനെ യേശുക്രിസ്തുവിനെ പറ്റി അറിയത്തുള്ളെങ്കിൽ നമ്മള് അത്രയുള്ള അറിവിലേ നമുക്ക് ഉള്ളൂ അല്ലെ. പക്ഷെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ പറ്റിയാണ് അറിയുന്നതെങ്കിൽ, നമുക്കുള്ള അറിവെങ്കിൽ, നമ്മൾ അത്രയ്ക്കും വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് പിതാവിന്റെ നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. അപ്പൊ നസറേയക്കാരനായ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതല്ല പിതാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ പോലെ നമ്മളായിത്തീരുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ യേശു തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുക, യോഹന്നാന്റെ 14:12 പറഞ്ഞിരിക്കുക, യേശു ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പൊ ഇവിടെ പോൾ പറയുന്നത് ഇങ്ങനെയാ, പുനരുത്ഥാനത്തിന്റെ ആ ശക്തി അല്ലെ, അത് അറിയണം എന്ന് പറയുമ്പോ എന്താ പറയുക, അവനിൽ ഇരിക്കേണ്ടതിന് അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവന്റെ പുനരുത്ഥാനത്തിന് ശക്തി അറിയണം എന്ന് പറയുമ്പോൾ, യേശുവിലുള്ള ആ പവർ, അത് എന്താ പറയുക, അതിനെപ്പറ്റി അറിയണം അല്ലെ. ആ അതേ സെയിം പവറാണ് നമ്മൾക്ക് നേരെയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, യേശുവിനെ പോലെ ഈ ലോകത്തിലായിത്തീരണം എന്നുള്ള പിതാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. അങ്ങനെയാകുമ്പോ യേശു പറഞ്ഞ പോലെ തന്നെ, ഞാൻ ചെയ്തതിനേക്കാളും ഗ്രേറ്റ് ആയിട്ട് വർക്ക് നിങ്ങൾ ചെയ്യുന്ന അറിയുമ്പോൾ, അപ്പോ യേശുവിനെ അറിയുകയും അവന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറുകയും അവന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വരികയും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് അവനെ പോലെ ആയി തീരാനും, അവന്റെ എന്താ പറയുക, ആ ശക്തിയിൽ ഓപ്പറേറ്റ് ചെയ്യാനും, ദൈവത്തിന്റെ രാജ്യം ലോകത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കത്തുള്ളൂ അല്ലെ. അപ്പോൾ യേശുവിനെ പോലെ നമ്മളായിത്തീരുക എന്നുള്ളതാണ് പിതാവിന്റെ ആഗ്രഹം എന്ന് എപ്പോഴും മനസ്സിലാക്കുക. അല്ലാതെ നമ്മളെ വെറുതെ ഒരു ക്രിസ്ത്യൻസ് ആക്കി മാറ്റുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ആഗ്രഹം. അതെപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ വെറുതെ ക്രിസ്ത്യൻസ് ആക്കി മാറ്റുക എന്നുള്ളതല്ല നമ്മുടെ ആഗ്രഹം, അതല്ല പിതാവിന്റെ ആഗ്രഹം. നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന പാസ്റ്റർമാരും പലരും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന കാര്യം, ഈ ലോകത്തിലെ നല്ല ക്രിസ്ത്യൻസ് എങ്ങനെയാകാം എന്നുള്ളതിനെ പറ്റി നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ പിതാവിന്റെ ആഗ്രഹം ഈ ലോകത്ത് നമ്മൾ നല്ല ക്രിസ്ത്യൻസ് എങ്ങനെയാകുക എന്നുള്ളതല്ല, യേശുവിനെ പോലെ എങ്ങനെയായിരിക്കുക, യേശു എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമോ അതുപോലെ ആയിരിക്കുക അല്ലെ. സ്വർഗത്തിന്റെ രാജ്യം ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികളായിരിക്കുക. യേശുവിന്റെ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ DNA വർക്ക് ചെയ്യുന്ന വ്യക്തികൾ എങ്ങനെയായിരിക്കുക, അവന്റെ സഹോദരന്മാരായിട്ട് എങ്ങനെയായിരിക്കോ അതുപോലെ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ് പിതാവിന്റെ ആഗ്രഹം നമ്മളെ പോലുള്ളത്. നമ്മുടെ ഇറ്റേണിറ്റി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച മൊമെന്റ് തൊട്ട് നമുക്ക് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് പിതാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് വെച്ചാല്, നമുക്കിങ്ങനെ നസറേയക്കാരനെ യേശുവായിട്ട് നമുക്ക് ഒത്തിരി നമുക്ക് നസറേയക്കാരനായ യേശുവിനെ നമ്മൾക്ക് അറിയാം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശു ഈ ലോകത്തുണ്ടായിരുന്നപ്പോൾ ചെയ്ത കാര്യത്തെ പറ്റിയല്ല നമുക്ക് അറിവുണ്ട്. നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കുന്നു, നമുക്ക് അറിവുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ അവിടെ ഉള്ള ബ്ലൈൻഡ് ബാർട്ടിമസിനെ പോലെയും എന്താ പറയുന്നത്, കാല് വയ്യ 38 വർഷം കിടന്ന ആൾക്കാരെ, അയാളെയൊക്കെ പോലെയൊക്കെ നമുക്ക് അവരെയൊക്കെ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവരെ പോലെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടോ. അപ്പൊ അതൊക്കെ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെ. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയത്തില്ല, അധികം നമുക്ക് അറിയത്തില്ല. അപ്പൊ അതിനെപ്പറ്റി പോളിവിടെ പറഞ്ഞു, എനിക്കറിയണം എന്ന് പറയുന്നതിന്റെ കാര്യത, എനിക്കറിയണം ആ യേശു ആരാണെന്നുള്ള കാര്യം, ആ ജീസസ് ആരാണെന്നുള്ള കാര്യം എനിക്കറിയണം. അതിനെപ്പറ്റി പറഞ്ഞു, അവന്റെ ഉള്ളിൽ ഉള്ള ആ റിസറക്ഷൻ പവറിനെ പറ്റി എനിക്കറിയണം അല്ലെ. കാരണം എന്നെയും അതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പോൾ തന്നെ റോമക്കത്ത് ലേഖനം എഴുതിയിരിക്കുന്നത്, അതിൻ്റെ അകത്ത് ഇങ്ങനെ 8ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പോൾ എഴുതിയിരിക്കുന്നത്, എന്താ പറയുക, യേശുവിന്റെ ലൈക്നെസ്സിലേക്ക്, യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് പിതാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം അല്ലെ. നസറേയക്കാരനെ യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതല്ല, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്
പിതാവിന് നമ്മളെ പറ്റിയുള്ള ഹിതം. അപ്പൊ അത് അങ്ങനെ ആയി തീരണമെങ്കിൽ അല്ലെ, നമുക്കറിയണം യേശു ക്രിസ്തുവിനെ. അപ്പൊ അങ്ങനെ അറിയുന്നതിന് വേണ്ടിയാണ് ഉള്ളതെല്ലാം വേണ്ടെന്ന് വെക്കാൻ പോള് തയ്യാർ ആയത് അല്ലെ. അപ്പൊ അറിവ് ഉള്ളവർ ആയിരിക്കും അല്ലെ. അപ്പൊ അതിനായിട്ട് നമ്മള് പ്രാർത്ഥിക്കുക അല്ലെ. ദൈവമേ എനിക്ക് അറിയണം, അങ്ങനെ അറിയണം, ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ അറിയണം, യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പവറിനെ അറിയണം. എനിക്ക് ആ പവർ എനിക്ക് വേണം. ആ പവർ എനിക്ക് ഉണ്ടെങ്കിലേ എനിക്ക് യേശു അങ്ങനെ പോലെ ആയിത്തീരാനും അങ്ങനെ അങ്ങ് ചെയ്ത പോലത്തെ വർക്ക് ചെയ്യാനും ഈ ലോകത്ത് എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ ആ പവർ നമ്മുടെ ഉള്ളിൽ വേണം. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ. നമ്മളെ എന്നും എന്താ പറയാ, കുറെ റിലീജിയസ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് ആക്കി നിർത്തുന്നതിന് വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അല്ലെ. അറിവില്ലായ്മ കൊണ്ട് ചിലര് ദൈവത്തിന്റെ എന്താ പറയാ സെർവൻസ് ആയിരിക്കുന്നതിന് പകരമായിട്ട് പിശാചിന്റെ സെർവൻസ് ആയിട്ട് ഒക്കെ എന്താ പറയാ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നും നമ്മളെ ആ ഒരു ലോ ലെവലിൽ നിർത്തണം എന്നുള്ളത് അത് പിശാചിന്റെ വലിയ ആഗ്രഹമാണ് അല്ലെ. കാരണം നമ്മൾ ആരാണ് യേശുവിൽ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കുന്ന പിശാചിനാണ് അല്ലെ. അത് പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്ന പിശാചിനെ. കാരണം നമ്മളുടെ അതോറിറ്റി, നമ്മൾ ആരാണ്, ദൈവത്തിന്റെ മക്കളാണെന്നും യേശുവിനെ പോലെ ഉള്ളവരാണെന്നും യേശുവിനെ പോലെ നമ്മളെ ഓരോ ദിവസം മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാകുമ്പോ പോള് തന്നെ എഴുതിയ ഫിലിപ്പിക്കർ ലേഖനത്തിലെ 1-ാമത്തെ ചാപ്റ്റർ എഴുതിയതാ. നമ്മുടെ ഉള്ളിൽ ഒരു വർക്ക് തുടങ്ങിയിരിക്കുന്ന പിതാവ് അല്ലെ. അത് യേശുവിന്റെ വരവിൽ അത് കംപ്ലീറ്റ് ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക. ഡേ ബൈ ഡേ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക യേശുവിന്റെ ഇമേജിലേക്ക്. അതല്ലേ 2 കൊരിന്ത്യന്റെ 3-ാം ചാപ്റ്ററിന്റെ 18-ാമത്തെ വാക്കിൽ അതാണല്ലോ പറഞ്ഞത്. നമ്മൾ ഓരോ ദിവസം അവന്റെ ഗ്ലോറിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പോലെ ആയിക്കൊണ്ടിരിക്കുക അല്ലെ. നമ്മൾ അതും മനസ്സിലാക്കുക. കമ്മലും മാല ഇടാതിരിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളെ പറ്റിയുള്ളത്. എപ്പോഴും മനസ്സിലാക്കുക. അങ്ങനെ ആ ഒരു തലത്തിലുള്ള ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിക്കാതിരിക്കുക. നമ്മുടെ കാണൽ എന്താ പറയാ ആ നേച്ചർ, നമ്മുടെ ജഡത്തിന്റെ നേച്ചറിൽ നമ്മൾ പിന്നെയും നമ്മൾ ആയി പോകാതിരിക്കുക അല്ലെ. ഇതെല്ലാം നമ്മൾക്ക് ഈ കമ്മല് മാല ഇടുക, അതൊന്നും ഇടാതിരിക്കുക, സ്വർണ്ണം ഉപേക്ഷിക്കുക, അതെല്ലാം നമുക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ കാർണൽ നേച്ചറിലാണ് തരുന്നത് അല്ലെ. അതിനെപ്പറ്റി നമുക്ക് എന്താ പറയാ ബോധം ചെയ്യാതിരിക്കുക. കമ്മലിട്ടാലും കുഴപ്പമില്ല, കമ്മലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്വർണ്ണം ഇട്ടാലും കുഴപ്പമില്ല, സ്വർണ്ണം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്നും ഒരു കാര്യമല്ല. അതൊന്നും ഒരു കാര്യമേ ഇല്ല. ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ സ്വർണവും കമ്മലിട്ടുകൊണ്ട് നടക്കാൻ. ദൈവം അല്ലെ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല അത്. ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. നമ്മളോട് പറയുന്നത് വെച്ചാൽ നമ്മുടെ കണ്ണ് വേറെ വല്ലയിടത്തും ആകരുത്. നമ്മളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് കഴിഞ്ഞാല് നമ്മളത് പുറമേയുള്ള അലങ്കാരത്തിൽ അതായിരിക്കരുത്. നമ്മുടെ ശ്രദ്ധ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിലായിരിക്കണം. നമ്മൾ യേശുവിനെ പോലെ ആകുന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അതിനെപ്പറ്റിയാണ് അങ്ങനെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ. അതിനെപ്പറ്റിയാ ദൈവം പറഞ്ഞത്. അല്ലെ നമ്മൾ പുറമെ ബോഡിയില് എന്താ പറയാ ഓരോ കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നവരായിരിക്കരുത്. ഇനി പുറംമോടി വേണ്ടെന്ന് വെക്കുന്നതിന് വേണ്ടി ആകപ്പാട് പിന്നെ ഒരു മതപരമായിട്ടുള്ള കാര്യം എന്താ പറയാ കൂട്ടി യോജിപ്പിക്കുക. നമ്മള് വെള്ളയും മാത്രമേ ഇടാവുള്ളൂ, കമ്മലും മാലയും ഇട്ടിട്ട് സ്വർണ്ണം ഉപേക്ഷിക്കുന്ന വ്യക്തികളായിരിക്കണം, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ സംസാരിക്കണം, അതൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം നമ്മളെ പിന്നെ അടുത്ത ബന്ധനത്തിലാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അത് ബന്ധനത്തിലാക്കി നിർത്തുക. ഞാൻ എന്തുകൊണ്ട് ബന്ധനത്തിലാക്കുമെന്ന് പറഞ്ഞെന്താന്ന് വെച്ചാല് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മള് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി അതൊക്കെ പ്രാവർത്തികമാക്കുന്നതിലായിരിക്കും നമ്മുടെ ശ്രദ്ധ മൊത്തം. യേശുവിലായിരിക്കുന്നതിന് പകരം അല്ലെ. യേശുവിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അവനെപ്പോലെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതായിരിക്കണം അല്ലെ. അവനെപ്പോലെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, പവറിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം, എങ്ങനെ സ്വർഗത്തിന്റെ രാജ്യം ലോകത്തിലേക്ക് കൊണ്ടുവരാം, അതായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അല്ലാതെ വേറെയുള്ള കാര്യത്തിൽ ഞാൻ എങ്ങനെ നല്ല ക്രിസ്ത്യനാകാം, എനിക്ക് എങ്ങനെ പരിശുദ്ധനായിട്ട് ഇങ്ങനെ പരിശുദ്ധനാണെന്ന് നമ്മളിങ്ങനെ ഒരു മിഥ്യാധാരണയിൽ ഇങ്ങനെ പോകാം, അതിനെപ്പറ്റി ഒന്നും അല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പരിശുദ്ധി തരുന്നത് നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് അല്ലെ. വിശ്വാസത്തിൽ നിന്നാണ്. ഇവിടെ തന്നെ അത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വിശ്വസിക്കും നൽകുന്ന നീതിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 9-ാമത്തെ വാക്ക് പറയുക, വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിക്കുന്നതിന് വേണ്ടി, അല്ല ന്യായപ്രമാണത്തിൽ നിന്നുള്ള നീതിയല്ല അല്ലെ. പിന്നെയും നമ്മൾ പ്രവർത്തികൾ കൊണ്ട് നമ്മൾ നീതിയിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുമ്പോൾ അല്ലെ, നമ്മൾ നീതിമാന്മാരാകാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മൾ ഒരിക്കൽ പോലും അതെന്താ പറയാ അത് ശരിയാവുന്ന കാര്യമാണ്. കാരണം പ്രവർത്തികൾ കൊണ്ട് ഒരു വ്യക്തിക്ക് പോലും നീതി ഉണ്ടാകത്തില്ല അല്ലെ. യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ് അല്ലെ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മള് എന്താ പറയാ
യേശുവിനെ പോലെ ആയിത്തീരുക അല്ലെ. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് നമ്മളെപ്പറ്റി ദൈവത്തിന്റെ ഏം, ആഗ്രഹം എന്ന് പറഞ്ഞത്, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞത് നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് അല്ലെ. അതിൽ കുറച്ച് ഒരു കോംപ്രമൈസിനും പോകുന്ന വ്യക്തികളാകാതിരിക്കുക അല്ലെ. അവനെ പോലെ ആയിത്തീരുക. അവന്റെ റിസറക്ഷൻ പവർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ റിസറക്ഷൻ പവർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ അല്ലെ. യേശു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തിട്ട് ഗലാത്യർക്ക് ലേഖനത്തിൽ 4-ാമത്തെ ചാപ്റ്റർ ഗലാത്യൻ ചർച്ചിനെ പറ്റി പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ യേശു ഫോം ചെയ്യുന്നത് വരെ ഞാൻ പ്രസവവേദനയിലായിരിക്കുന്ന പോലെ ആയിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ യേശു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കണം. വേറെ ഒരു കാര്യത്തിനും ഒരു ഒരു പ്രാധാന്യം ഉണ്ടാകരുത് അല്ലെ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ യേശു ഫോം ചെയ്ത നസറേയക്കാരന് യേശുവിനെ പറ്റിയല്ല പറയുന്നത്, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അവന്റെ പവറും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നു. കാരണം നമ്മൾക്ക് വലിയൊരു വർക്കുള്ള ദൈവത്തിന്റെ കീഴിൽ ലോകത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ അതിന് നമ്മളുടെ എന്താ പറയുക, മതപരമായിട്ടുള്ള ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ സാധിക്കത്തില്ല. അത് സാധിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാകുമ്പോൾ അല്ലെ, യേശുവിന്റെ റിസർഷൻ പവർ ഉള്ളിലുള്ളപ്പോൾ അല്ലെ, യേശു ഫോം ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കുമ്പോൾ അല്ലെ, ഒരു ഒരു വേറെ ലെവലിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. പോളും പീറ്ററൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അല്ല. അവരൊക്കെ വേറെ ലെവലിൽ നിന്ന വ്യക്തികളാണ്. അപ്പൊ പോളൊക്കെ പറയുമ്പോൾ അല്ലെ, അവരൊക്കെ വേറെ ലെവലിൽ നിൽക്കുന്ന വ്യക്തികൾ. അവര് യേശുവിന് വേറെ ലെവലിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ. ഇപ്പൊ പോള് പറയുന്ന പോലെ എന്നെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ പോള് പറയുന്നത് വെച്ചാല്, എൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് യേശുക്രിസ്തു ഫോം ചെയ്തിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഉള്ളിലും ഫോം ചെയ്യട്ടെ അല്ലെ. അങ്ങനെ അതിനായിട്ട് അല്ലെ നിങ്ങളെ തന്നെ പൊസിഷൻ ചെയ്യുക എന്നാണ് പോള് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സമയത്ത് നന്ദി പിതാവ് കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ വചനം ഞങ്ങളുടെ കണ്ണു തുറക്കട്ടെ കർത്താവ് ലോഡ് ഫാദർ. യേശുവിനെ പോലെ ആയി തീരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിനാമേ കർത്താവ് ലോഡ് ഫാദർ. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിന് ആമേൻ. നീ കേട്ടതിന് നന്ദി. ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.